രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മുൻപും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC പ്രസിഡന്റുമാണ് പരാതികൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്നും ചെന്നിത്തല പറഞ്ഞു. അല്ല, പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി. അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അത് നടപടി അല്ലേ എടുക്കൂ, ആരൊളിപ്പിക്കാനാണ്? അതിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരിക്കുകയല്ലേ. അപ്പം മുൻകൂർ ജാമ്യം കോടതി ചർച്ച ചെയ്യട്ടെ. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. AK അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കെ സുധാകരനെ കൂടി പ്രതിക്കൂട്ടിൽ വെക്കുന്ന ഒരു കാര്യമാണ്. കാരണം കെ സുധാകരൻ അതിനുശേഷമാണല്ലോ ഇപ്പോൾ അയാൾക്ക് അനുകൂലമായി, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പ്രതികരണം നടത്തിയത്. തീർച്ചയായിട്ടും സുധാകരൻ ഇത് സംബന്ധിച്ചുള്ള അനുകൂലമായ പ്രസ്താവന കഴിഞ്ഞ ദിവസമാണ് നടത്തിയത്. പിന്നീട് അത് വലിയ തരത്തിൽ വിമർശന വിധേയമായതോടുകൂടിയാണ് അദ്ദേഹം അത് തിരുത്തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വീക്ഷണത്തിലൊരു മുഖപ്രസംഗം വരികയും ചെയ്തു. അതും രാഹുൽ മാങ്കൂട്ടത്തിനെ നന്നാക്കിക്കൊണ്ട് നല്ലൊരാളാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു പ്രതികരണം വരുന്നു. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നറിവുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വരുന്നത്. ഈ ചോദ്യത്തിലാണ് അദ്ദേഹം മറുപടി പറയുന്നത്. പാർട്ടിക്ക് നേരത്തെ തന്നെ ഈ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന KPCC പ്രസിഡന്റിന് പരാതി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന് പരാതി ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ മുതിർന്ന മറ്റു നേതാക്കൾക്ക് കൂടി പരാതി ലഭിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും പരാതിയല്ല, ധാരാളം പരാതികൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തല സ്ഥിരീകരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് പോയത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഏകകണ്ഠമായിട്ടാണ് ഇത്തരത്തിൽ തീരുമാനം പാർട്ടി എടുത്തത് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ വിമർശനങ്ങൾക്കൊന്നും കഴമ്പില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇത്തരത്തിലൊരു മുതിർന്ന നേതാവിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി ഇക്കാര്യങ്ങൾ നേരത്തെ പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. പുറത്താക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന ആ നടപടിയിൽ പാർട്ടിക്ക് യാതൊരു സംശയവുമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്.